ഗായ്സ്, ഞാനാണ് നിങ്ങളുടെ നോട്ട്ബുക്ക്. മനുഷ്യനെ എഴുതാനും പഠിക്കാനും കുട്ടികളെ കളിപ്പിക്കാനായിട്ട് പല ആകൃതിയിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും എന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗായ്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ചില ദുരിത നിമിഷത്തെ പറ്റിയാണ്, അല്ലല്ല ദുരിത അനുഭവത്തെ പറ്റിയാണ്. അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് അറിയാമല്ലോ, പേന കൊണ്ട് എൻ്റെ പുറത്ത് എഴുതുന്നതും അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് എൻ്റെ പുറത്ത് എഴുതുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇക്കലെയാണെങ്കിലും യഥാർത്ഥത്തില് എൻ്റെ സാഹചര്യം വളരെ ദുഷ്കരമാണ്. കാരണം പേനയുടെ കൂർത്ത മുന കൊണ്ട് എൻ്റെ പുറത്ത് എഴുതുന്നത് ട്രെയിൻ ബ്രേക്ക് പിടിക്കുന്നത് പോലാണ് എൻ്റെ പുറത്ത് അനുഭവപ്പെടുന്നത്. എന്നാൽ ചില സന്ദർഭത്തിൽ എന്നെ ആൺകുട്ടികളുടെ കയ്യിലും പെൺകുട്ടികളുടെ കയ്യിലേക്കും ഞാൻ ചെല്ലുമ്പോൾ അവരെന്നെ ക്രയവിക്രയത്തിന് ഇടയാക്കും. തോര വലിച്ചു കീറാനുള്ള തോര, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ എൻ്റെ മണ്ടയ്ക്കാണ് തീർക്കുന്നത്. ഇതിന്റെ എല്ലാം പരിമിത ഫലമായിട്ട് എൻ്റെ നെഞ്ചത്തൊരു ഓട്ടയും വീഴും. എന്നാ പോട്ടെ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, നോ പ്രോബ്ലം. ഇനി പെൺകുട്ടികളുടെ കാര്യം, അവളുമാർക്കെങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിച്ചൂടെ? അതുമില്ല. എന്നാലും ഞാൻ പറയും, ഈ പെൺകുട്ടികളുടെ കയ്യിലേക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുമാര് വൃത്തി എന്ന പേരിൽ എൻ്റെ ശരീരത്തിന് ഓരോ ഭാഗങ്ങളും കേടിനിരയാക്കും. ഇനി കുട്ടികളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം പറയണ്ടല്ലോ, എന്റെ തോൽ വലിച്ചു പറിച്ചെടുത്ത് എന്റെ കൈയും കാലും ഒടിച്ച് എന്നെ വികലാംഗനാക്കുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ നോട്ട് ബുക്കുകൾക്ക് വികലാംഗ പെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ എനിക്ക് വായിക്കാൻ നാക്കുണ്ടായിരുന്നു, സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു, എന്നെ ഉപയോഗിക്കുന്നവരോട്, എന്നെ ക്രയവിക്രയം ചെയ്യുന്നവരോട് മലയാള ഭാഷയിലെ ചില ശ്ലോകങ്ങൾ മൊഴിയേണ്ടി വരുമായിരുന്നു. ഈ ക്രൂരതകളെല്ലാം സഹിച്ചിട്ട് എനിക്ക് ആരോടും ഒരു പരാതിയില്ല. ഇനി നിങ്ങൾ പറയുക, സമാധാനത്തിന്റെ വെള്ളരിപ്രാവായ എനിക്കല്ലേ നോബൽ പ്രൈസ് തരേണ്ടത്? നമസ്കാരം, ഞാനാരെന്നറിയാമോ? ഞാനൊരു പോസ്റ്റ് ബോക്സ് ആണ്. ഇപ്പം എന്നെ കാണുമ്പോൾ ഓരോരുത്തന്മാർ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കും, സ്റ്റിൽ ഓപ്പണിംഗ് ആണല്ലോ. ഞാൻ ഇപ്പോഴും തന്നെ ഉണ്ട്, എനിക്കിപ്പോൾ ഒരു വംശനാശവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ കുറേ പേര് ഗ്യാസ് കുറ്റിയാണോ അതോ ചതുരപ്പെട്ടിയാണോ എന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. ഇപ്പോൾ കുറേ പേര് കണ്ടിട്ട് പറയും, ഈ ജാമ്പാവാൻ്റെ കാലത്തുള്ള സാമാന്യമായിട്ട് എന്തിനും ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ പണ്ട് എനിക്കൊരു കാലമുണ്ടായിരുന്നു, ഒരു ദിവസം ഒരു ലെറ്റർ ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അവന് ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ട് അവനോട് ബ്രേക്ക് പറയും, അല്ലെങ്കിലോ ആശംസാ കാർഡായിട്ട് മൊത്തം പോകും. അമ്മയ്ക്ക് കത്ത് എഴുതിയില്ലേ അമ്മയ്ക്ക് അവിടെ കിടന്ന് അല്ലറി വിളിക്കും, അപ്പനെ കത്ത് എഴുതിയില്ലേ അപ്പനൊരു സന്തോഷവുമില്ല. ഇതെല്ലാം കൂടെയാണ് എൻ്റെ ജീവിതം. ഞാനാണ് ഇവരെ എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ കഥകൾ പറയാനുണ്ട്, പക്ഷേ അതിലെനിക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഫോണുള്ളത് എനിക്ക് ഇതാ പറഞ്ഞ കാർഡിൻ്റെ ഷേപ്പുള്ള ഫോണ്, അതിനകത്ത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ മൂന്നെണ്ണം വേണമെങ്കിൽ നമുക്ക് ബ്ലോക്കും ചെയ്യാം, വേണമെങ്കിൽ മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ കൈകൊണ്ട് എഴുതിയ ഒരു കത്തിനും അതിൻ്റെ വില മനസ്സിലാവത്തില്ല. അതൊരിക്കലും മായ്ച്ചു കളയാനും പറ്റത്തില്ല. പേനോണ്ടാണ് എഴുതി വെട്ടാൻ പറ്റും, പക്ഷെ അത് നമ്മൾ എഴുതിയ ഒരു വാക്കുകളുണ്ടല്ലോ, അത് നമ്മുടെ നെഞ്ചിൽ തന്നെ കാണും. പണ്ട് ഞാൻ ഒരു ദിവസം ഒരാളുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വിഷമോ, പിന്നെ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു വികാരം, ആ കയ്യക്ഷരം, ആ മനസ്സുഖം, ഇപ്പോൾ അതെല്ലാം പോയി. ചുമ്മാ ഒരു സെക്കൻഡ് അങ്ങോട്ട് ഹായ് ഇടുന്നു, തിരിച്ച് ഹലോ ഇടുന്നു. ഇപ്പോൾ വാട്സപ്പിൽ ഒരു ദിവസം 100 മെസ്സേജ് അങ്ങോട്ട് വന്നെങ്കിൽ ഒരു ലെറ്റർ പോലും എൻ്റെ വായിലേക്ക് എഴുതുന്നില്ല. നേരത്തെയൊക്കെ എൻ്റെ വയറ് തിറമ്പി നിൽക്കണമായിരുന്നു, ഇപ്പോഴോ ഒരു ഈച്ച പോലും അതിനകത്ത് വന്നിരിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു പട്ടിയെ പൂച്ച ഒന്ന് നോക്കിയിട്ട് പോകും. ഇതൊക്കെ എന്താ സംഭവം? ഇപ്പോഴത്തെ കുട്ടികളോട് ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റാന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് പൊട്ടുന്ന ഒരു വിഷമമാണല്ലോ. സ്റ്റീൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതായാലും എൻ്റെ മനസ്സ് നിറച്ച് പഞ്ഞിയാണ്. അതൊന്ന് വലിച്ചു കയറുമ്പോഴുള്ള അവസ്ഥ പോലെ എൻ്റെ മനസ്സ്. എല്ലാവരും പറയും ഇതിനകത്ത് വലിയ പേപ്പർ വല്ല ഇടാനേ കൊള്ളത്തുള്ളൂ, പക്ഷേ പണ്ട് പേപ്പറിൻ്റെ വിലയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഫോണിൽ ഒരു പേപ്പറുണ്ട്, പക്ഷേ അത് എഴുതി ആർക്ക് വേണമെങ്കിൽ വയ്ക്കാം. ഒറ്റ സെക്കൻഡ് അവിടെ ചെല്ലും, ഒറ്റ സെക്കൻഡ് ഇങ്ങോട്ട് റിപ്ലൈ തരും. ഹായ്, ഹലോ, റീൽസ്, GF, എന്ത് വേണേലും നമുക്ക് അതിൽ കൂടെ വിളിച്ച് പറയാം. നാട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും എന്തിന് പഞ്ചാബിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഈ പൂഞ്ഞാറിരിക്കുന്ന ആളെ അറിയാം. അതാണ് ഇപ്പോഴത്തെ ലോകം. പണ്ട് ഒരു ലെറ്റർ ഇപ്പം നമ്മൾ എഴുതിയിട്ട് ഒരു ദിവസം ചെല്ലണമെങ്കിൽ അവിടെ ഒരാൾ കാത്തിരിക്കും. വേണമെങ്കിൽ 1 വർഷം എടുക്കും, 1 മാസം എടുക്കും, വേണമെങ്കിൽ 1 കൊല്ലം തന്നെ എടുക്കും. എന്നിട്ടും എത്തിയില്ലെങ്കിൽ അയാളുടെ നേർക്കാൻ കുറ്റം. എന്താണ് കത്തെഴുതി അയക്കാത്തത്, എന്താണ് ഇവിടെ വരാത്തത്? ഒരു ദിവസം ഒരു പാർസൽ ചേട്ടൻ 100 പാർസൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പോസ്റ്റ്മാനോ ഒരു കത്തെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ഒരു ഈച്ചയുടെ മുട്ട കാണും. അതെടുത്തുകൊണ്ട് പോയിട്ട് എന്നാ കിട്ടാനാണ് എനിക്ക് മനസ്സിലാവാതെ. പക്ഷെ നിങ്ങളെല്ലാം ഒരു കാര്യം ഓർക്കണം, അന്ന് എനിക്ക് ഇന്നിവിടെ ഉണ്ടായിരുന്ന വിലയെക്കാട്ടിലും കൂടുതൽ അന്ന് എനിക്ക് നല്ല വിലയായിരുന്നു. അന്നൊരു കത്തിൻ്റെ വില ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. താങ്ക് യു. ഞാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. നിങ്ങൾക്ക് കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിയോമെട്രിക്കൽ ബോക്സ്. എൻ്റെ ഉള്ളിൽ പല പല സാധനങ്ങളുണ്ട്. പൊട്ടാറ്റർ, സ്കെയിൽ,
പ്രൊട്ടാക്ടർ, സ്കെയിൽ, കോമ്പസ്, ഡിവൈഡർ, സെറ്റ് സ്ക്വയർ, അങ്ങനെ പലതുമുണ്ട്. എന്നെ ആദ്യമായി മേടിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം കുറഞ്ഞു പോകുമ്പോൾ ഞാൻ തന്നെ ഓർക്കും, ഞാനെന്താ ഒരു ഓർഫനേജാണ്. പതുക്കെ പതുക്കെ എന്നോടുള്ള സ്നേഹമെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ കോമ്പസ് അവനൊരു വില്ലൻ തന്നെയാണ്. ബുക്കിലും ഡെസ്കിലും എല്ലാം കുത്തി വരയ്ക്കാനും കുട്ടികളെ കുത്താനും പുസ്തകത്തിലെല്ലാം കുത്തും. എന്നിട്ട് ടീച്ചറിനോട് പറയും, ടീച്ചറെ ഇവനെൻ്റെ കൈ കുത്തി. പക്ഷേ കോമ്പസ് അല്ലേ കുത്തിയത്, അതിനിപ്പോൾ എന്താ ശിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. കുറച്ച് നാൾ കഴിയുമ്പം കോമ്പസിനും സ്കെയിലും എല്ലാം വിരമിക്കും. അപ്പോൾ തന്നെ എനിക്ക് റിട്ടയർമെൻറ്റ് ഫീൽ തോന്നും. കുറച്ച് നാൾ കഴിയുമ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രമേ എന്നെ എല്ലാവരും ഉപയോഗിക്കാറുള്ളൂ. അതാണ് മാത്സ് പീരീഡ്. നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളെ മാത്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് വേണ്ടി തരുന്നത് ഞാനാണ്. ആ എന്നെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര വിജൃംഭിച്ചൊരു ജീവിതമാണ്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ കലാകാരന്മാർ എന്നെ ഒരു പാട്ടുപെട്ടിയാക്കും. പിന്നെ സ്കെയിൽ, അത് മുട്ടായി മുറിക്കാനും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്കെയിൽ ഒടിയും. എന്നിട്ട് അവർ പറയും, ഈ സ്കെയിലിൽ ക്വാളിറ്റി ഇല്ല. സ്കെയിലിന് ക്വാളിറ്റി ആണോ അതോ അവൻ കാണിക്കുന്ന കരാട്ടയ്ക്കാണോ പ്രാധാന്യം? അങ്ങനെയാണ് ഈ സ്കെയിലെല്ലാം ഒടിയുന്നത്. ഡിവൈഡർ എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും, താഴെ വീണത് അവർ കുത്തിയെടുക്കാനാണ്. കോമ്പസ് എന്തിനാ? കോമ്പസ് വട്ടം വരയ്ക്കാൻ, അതറിയാം. പ്രൊട്ടാക്ടർ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും, അളക്കാൻ. എന്തളക്കാൻ? അപ്പം ബബ്ബ പറയും. ബോക്സിനകത്ത് ധാരാളം ഫോട്ടോകളാണ്. എൻ്റെ ഉള്ളിൽ കുറേ അധികം ഫോട്ടോകളുണ്ട്. സച്ചിൻ, വിരാട് കോഹ്ലി, ധോണി, അങ്ങനെ പലതും. പിന്നെ ഓരോരോ വണ്ടികളെ എംബ്ലങ്ങളും അങ്ങനെ പലതും. എന്തിനേറെ പറയുന്നു, സ്റ്റിക്കർ മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഡിവൈഡർ വെച്ച് വരച്ച് വരാൻ തന്നെ ഷേപ്പ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ എന്നെ ഒരിക്കലും മറക്കരുത്. ഞാൻ നിങ്ങളെ മാത്സ് പരീക്ഷയ്ക്ക് മാർക്ക് വേണ്ടി തരുന്ന ഒരാളാണ്. ഞാനൊരു സീക്രട്ട് ഹീറോ തന്നെയാണ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയുമോ? ഞാനൊരു പുസ്തകമാണ്. എല്ലാവർക്കും എന്നെ അറിയാം. കാരണം നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം എൻ്റെ പേജുകൾക്കുള്ളിലാണ്. ഒരു വർഷാരംഭത്തിൽ ഒരു പുസ്തകം എല്ലാം കിട്ടുമ്പോൾ ഞാൻ എന്ത് സുന്ദരനാണെന്ന് അറിയുമോ? പുതിയ ലേബൽ, പുതിയ കവർ. അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. ലേബലിൻ്റെ ഓല പൊളിഞ്ഞു, കവറിൻ്റെ ചുളിവ്. ഇതൊക്കെ കാണുമ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആലോചിക്കും. ആദ്യം ഞാൻ എന്നെ കാണുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ വർഷം ഞാൻ നന്നായി വായിക്കപ്പെടുമെന്നാണ്. എൻ്റെ പകുതി പേജുകളിൽ കാത് പോലെ മടക്കമാണ്. ഇനി ആ പുസ്തകമാണോ അതോ ഓറിഗാമി പേപ്പറാണോ? ചില കുട്ടികൾ പരീക്ഷയുടെ തലേ ദിവസമാണ് എന്നെ തുറക്കുന്നത്. അവരോട് ഞാൻ ചോദിക്കും, എടാ നീ ഇത്രയും നാൾ എവിടെയായിരുന്നടാ? ആള് പറയും, അയ്യോ സോറി ചേട്ടാ, ഇത് മുഴുവൻ നേരം ഞാൻ നിന്നൂടെയാണ്. അങ്ങേരത്തോട് ചോദിക്കും, പുസ്തകം ഒരു അത്ഭുതം കാണിക്കും. അത്ഭുതമോ? ഞാനോ? സുഹൃത്ത് എന്നെ 4 മാസമായി തുറന്നിട്ടില്ല. കുറച്ചാൾ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയുമ്പോൾ, ചിലർ എൻ്റെ മേലിൽ ഒരു പ്രണയകഥ എഴുതും, രാഹുൽ ആൻഡ് അനു. കുറച്ചാൾ കഴിയുമ്പോൾ രാഹുൽ എക്സ് അനു. അയ്യോ, എൻ്റെ പ്രണയകഥകൾ എഴുതാൻ ഇത് ഡയറി അല്ല. എൻ്റെ പേജുകൾക്കുള്ളിൽ നിങ്ങൾ എന്തൊക്കെ വെക്കുമെന്ന് അറിയുമോ? ചോക്ലേറ്റ് കവറുകൾ, മയിൽപീലികൾ, കണ്ണുകൾ, മയിൽപീലികൾ, പൂക്കൾ. ഒരു ദിവസം ഒരു കുട്ടി എൻ്റെ പേജുകൾക്കുള്ളിൽ 10 രൂപ വെച്ചു. അന്ന് മുതൽ ഞാൻ ബാങ്കായി മാറി. നമ്മൾ സ്കൂൾ ബാഗ് തുറക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. മാത്സ് പുസ്തകം പറയും ഞാനാണ് പ്രധാനം, ഞാൻ ഈ പരീക്ഷയെ ഫെയില്. സയൻസ് പറയും ഞാനില്ല, ഒന്നുമില്ല, ഞാനില്ലെങ്കിൽ ശാസ്ത്രവും ഇല്ല. മലയാളം പറയും നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുക, ഞാനില്ലാതെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയൂല. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഹാരി പോട്ടർ. നിങ്ങളുടെ ഫോണിൽ 100-ലധികം ഗെയിമുകളുണ്ട്. നിങ്ങൾ കാണുന്ന യൂട്യൂബിൽ 1000-ലധികം വീഡിയോകളുണ്ട്. പക്ഷേ നിങ്ങളൊരു പുസ്തകം തുറക്കുമ്പോൾ അതിൽ 1000-ലധികം ലോകങ്ങളുണ്ട്. ഹാരി പോട്ടറിൽ മാജിക് ലോകം, അക്ബർ ബിർബലിൽ ചിരിയുടെ ലോകം, സയൻസിൽ ശാസ്ത്രത്തിന്റെ ലോകം. പ്രിയ കൂട്ടുകാരെ, പുസ്തകം ഒരിക്കലും ഡാറ്റ തീർന്നെന്ന് പറയില്ല, ബാറ്ററി തീരത്തില്ല. നമ്മൾ ഫോണിൽ കാണുമ്പോൾ നമുക്ക് പരസ്യ ശല്യം തോന്നും. പക്ഷെ നമ്മുടെ പുസ്തകം നമുക്ക് ഒരിക്കലും പരസ്യം വരുത്തത്തില്ല. ഉറക്കം വരും. പുസ്തകത്തിന്റെ സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? നമ്മൾ ഉറക്കം വരുന്നില്ലേ, രാത്രിയിൽ ഒരു ഇഷ്ടമുള്ള ഒരു പുസ്തകം എടുത്തിരുന്ന് വായിക്കുക 2 പേജ് എത്തുന്നതിന് മുൻപേ നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോ. ഇപ്പൊ അമ്മ നമ്മളോട് ദേഷ്യപ്പെടുക ഏതെങ്കിലും കാര്യത്തിൽ, കയ്യിലൊരു പുസ്തകം എടുത്ത് വെച്ചിട്ട് പഠിക്കുന്നതായിട്ട് അഭിനയിക്കുക. അതാണ് നല്ല കുട്ടി എന്ന് പറയും. ഇപ്പോൾ എല്ലാവരും മൊബൈലിന്റെ തിരക്കിലാണ്. എല്ലാവരും ഒരൊറ്റ ക്ലിക്ക് മതി ഗൂഗിളിൽ എല്ലാം പറഞ്ഞു തരാനായി. ഗൂഗിൾ എല്ലാം പറഞ്ഞു തരും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകും.
അതുകൊണ്ട് ബാഗിൻ്റെ അടിയിൽ എറിയരുത്, എൻ്റെ പേര് പ്രണയക്കഥകൾ എഴുതരുത്, എൻ്റെ കൈ വെച്ച് ഇങ്ങനെ കറക്കരുത്. ഇടയ്ക്കൊക്കെ എന്നെ തുറന്ന് വായിക്കൂ. ഞാൻ നിങ്ങളുടെ സാധാരണ പുസ്തകമല്ല, നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള രഹസ്യവാതിലാണ്. നന്ദി, നമസ്കാരം. ഞാനാണ് ചെരുപ്പ്. എന്നെ എല്ലാവരും കിട്ടുമ്പോൾ വളരെ സൂക്ഷിച്ച് പൊന്നു നോക്കുന്നവർ നോക്കും. അവർ ഇട്ടില്ലെങ്കിലും എന്നെ കഴുകും. അങ്ങനെ ഇടാറ് പോലും ഇല്ല തുടക്കത്തിൽ. അപ്പോൾ ഞാൻ ആലോചിക്കും എന്നെ എന്തിനാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പം എൻ്റെ ചെരുപ്പ് പിന്നെ റോട്ടിലോ അല്ലെങ്കിൽ വണ്ടിയുടെ ഇടയ്ക്കോ ആയിരിക്കും. കാരണം അവർ 1 മാസം പോലും എനിക്ക് വാറണ്ടി ഇല്ല ശരിക്കും. അവർ ആ 2 ദിവസം എന്നെ പൊന്നു പോലെ നോക്കിയിട്ട് അപ്പം തന്നെ അവരതിൽ എന്നെ നശിപ്പിക്കും. എൻ്റെ ഉടമസ്ഥനും എന്നെക്കുറിച്ച് വലിയ ശ്രദ്ധയൊന്നുമില്ല. ഉള്ള ചെളിയിലും എല്ലാ ഇടങ്ങളിലും എന്നെ കൊണ്ടു. എന്നിട്ട് എൻ്റെ ചെളി എൻ്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ അത് കുറേ നേരം കഴിയുമ്പോൾ ബ്രൗൺ. ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ അത് ബ്രൗൺ. ഏതിട്ടാലും ഇത് ബ്രൗണോ. കാരണം അത് കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ കഴുകാറ് പോലും ഇല്ല. കാരണം ഇവർ കുളിക്കാൻ കയറുമ്പം എന്നെ കൂടെ കൊണ്ടുപോകണമെന്നുള്ള കാര്യം തന്നെ മറക്കും. കാരണം പക്ഷേ എപ്പോഴും ഞാൻ ആ വീട്ടിലൊരു കുടുംബാംഗങ്ങളെ പോലെ തന്നെ കാണും. ഓരോ ഇടങ്ങളിലായി ബെഡിൻ്റെയും കസേരയുടെയും ഒക്കെ അടിയിലായി. പക്ഷേ എന്നെ ആർക്കും പിന്നെ ഒരു വില കാണുകയില്ല. പിന്നെ ഒരു തവണ എൻ്റെ ഉടമസ്ഥൻ ഞാനും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരുത്തനെടുത്ത് എറിഞ്ഞു. അതാണ് താഴെ നിന്നൊരുത്തന് മണ്ടലോട്ട് എറിയാൻ പറഞ്ഞു. ആ എറിഞ്ഞവനാണ് സ്റ്റാഫ് റൂമിലുള്ളോട്ട്. ഞാൻ ഓർത്തു പിന്നെ അത് എന്നെ എനിക്ക് കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ ഉടമസ്ഥൻ വന്നത് വാങ്ങിച്ചു. പിന്നെ എന്നെ ആരും അങ്ങനെ വില കുറച്ച് കാണാറില്ല തുടക്കത്തിൽ. പിന്നെ എന്നെ അങ്ങ് വില കുറയ്ക്കും. കാരണം എൻ്റെ എവിടെയെങ്കിലും കീറിപ്പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്നെ വേണ്ടാതെ. കാരണം എനിക്ക് പുതിയത് വേണം. കാരണം ഞാൻ പുതിയ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പം ഓരോരോ ഫാഷൻസാണ്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ ശരീരഘടനയും എല്ലാം മാറി ഓരോ രീതിയിലായി വരും. അപ്പോൾ എൻ്റെ ഒരു പോവും. പിന്നെ അവര് പുത്തം വാങ്ങിക്കുമ്പോൾ ഞാൻ നെയ്റ്റ് കിടാൻ ഉപയോഗിക്കുമെങ്കിൽ കൊള്ളായിരുന്നു. അതിന് പോലും അവർക്കൊരു വിലയില്ല. നന്ദി. പക്ഷേ എന്നെ ഉപയോഗിക്കാത്ത ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. അതിനാൽ എന്നെ ഉപയോഗിക്കുന്നവരെല്ലാം എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ഇതുവരെയായിട്ടും അറിയത്തില്ല. എൻ്റെ മെയിൻ ഹൈലൈറ്റ് എൻ്റെ കളറും എൻ്റെ ചർമ്മത്തിലുള്ള ഡിസൈനുകളുമാണ്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതം വളരെ ദുഃഖകരമാണ്. കാരണം കുട വാങ്ങിയതിന് മുന്നേ എന്നെ ഒരു AC മുറിയിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം എന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ വാങ്ങിക്കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൊന്നും എന്നെ വെളിയിൽ പോലും എടുക്കാറില്ല. വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു കവറിൽ കെട്ടി എന്നെ വെക്കും. പിന്നെ 2-3 മാസങ്ങൾ കഴിഞ്ഞാലും എന്നെ എടുക്കില്ല. പിന്നെ ആ 2 മാസങ്ങൾ വരുമ്പോൾ എന്നെ എടുക്കും, ജൂണും ജൂലൈയും. ആ മാസങ്ങൾ എനിക്ക് സ്വർഗമാണ് മക്കളെ. പക്ഷേ എത്ര സ്വർഗമാണെങ്കിലും എനിക്ക് എല്ലാവരും എന്നെ എടുക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ചില കുട്ടികൾ എന്നെ എടുക്കാതെ അവിടെ തന്നെ വെക്കും. അന്നേരം എനിക്ക് വളരെ സങ്കടവും ദുഃഖകരവുമാണ്. പക്ഷേ ചില കുട്ടികൾ എന്നെ നല്ലതുപോലെ കെയർ ചെയ്യുകയും വെക്കുകയും ചെയ്യും. ചില കുട്ടികൾ എന്നെ ബാഗിൽ വെക്കുമ്പോൾ കറികൾ ലീക്കായി എൻ്റെ മേത്ത് വീഴുമ്പോൾ എൻ്റെ സൗന്ദര്യവും കളറും എല്ലാം പോകും. എൻ്റെ സ്കിൻ കെയർ ഞാൻ എന്തോരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തോരം പണിപെട്ടിട്ടാണെന്ന് അറിയാമോ?
അറിയാമോ? അതിനാൽ എനിക്ക് വളരെ പാടുപെട്ട് ഉണ്ടാക്കുന്ന സ്കിൻ കെയർ എനിക്ക് പോകാൻ ഭയങ്കര വിഷമമാണ്. അതിനാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? കാറ്റ് എൻ്റെ യജമാനൻ്റെ തോളിൽ ഇരുന്ന് ഞാൻ പോകുമ്പോൾ കാറ്റ് ഒരു തെലുങ്ക് സിനിമയിലെ വില്ലനെ പോലെ വന്ന് എന്നെ എല്ലാം തല്ലി തെറിപ്പിച്ച് വരുമ്പോൾ എന്നെയും കൊണ്ടുപോയി ഒരു ദൂരത്തിടും. എന്നിട്ട് കാലും കൈയും ഒടിഞ്ഞു കഴിയുമ്പോഴേ എന്നെ എല്ലാവരും തിരിഞ്ഞു നോക്കൂ. എല്ലാ റോഡ് സൈഡിലും എല്ലാ ഇതിലും കാണും എന്നെപ്പോലെ 2-3 പാവങ്ങൾ, കാലും കൈയും ഒടിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വെറുതെ അനാഥരാക്കി ഇട്ടവരല്ല. പിന്നെ ചില കുട്ടികൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു കവറിനകത്താക്കി ബാഗിനകത്ത് വെക്കും. ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ അതിന് മണം വന്നു തുടങ്ങും. അപ്പോൾ എൻ്റെ യജമാനൻ എന്നോട് ചോദിക്കും, എന്താ നിനക്ക് ഇത്ര സ്മെൽ? ഞാൻ സ്മെല്ലടിക്കാൻ സ്പ്രേയോ പെർഫ്യൂമോ ഒന്നും അടിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, എനിക്ക് വായില്ല. അതെനിക്ക് എൻ്റെ കുറ്റം കൊണ്ടുള്ളതല്ല. പിന്നെ AC മുറിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നും എനിക്ക് വെളിയിലിറങ്ങിയേ കൊണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വെളിയിലിറങ്ങാതെ AC മുറിയിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോഴും എന്നെ കമ്പി തന്നെ തുരുമ്പിക്കും. അതിനാൽ എനിക്ക് സങ്കടമുണ്ട്, എന്നാൽ വിഷമമുണ്ട്. പിന്നെ എന്നെ നന്നായി നോക്കുന്നവരാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങളാരും എന്നെ ചെറുതായി കാണരുത്, ബിക്കോസ് ഞാനാണ് നിങ്ങളെ മഴയിൽ നിന്നും വെയിൽ നിന്നും സംരക്ഷിക്കുന്നത്. താങ്ക് യു. ഞാൻ ചെയ്യാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. ഫുട്ബോളിനെ അറിയാത്ത ആരും കാണത്തില്ല, എന്നെക്കുറിച്ച് പേര് അറിയാത്ത ആരും കാണത്തില്ല. കൂടുതൽ എൻ്റെ ഈ ഫിഫ എന്ന് പറയുന്ന ഇതിൽ കൂടെ ആയിരിക്കും എല്ലാവർക്കും അറിയാതെ. പക്ഷേ എൻ്റെ ജീവിതം പോലെ മനുഷ്യരുടെ ജീവിതം ഏറ്റവും സുഖം അതൊക്കെ എനിക്ക് പറയുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് ഈ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ലൈഫ് ഒക്കെ തീർക്കാനൊന്നും രാത്രി പറ്റത്തില്ല. തട്ടുന്നത് തട്ടി എൻ്റെ ഉയിര് വരെ കീറിപ്പോവും. പോകുന്ന പോക്കിൽ എൻ്റെ നിക്കറും കീറിപ്പോവും. മൊത്തത്തിൽ എന്നെ ഉരച്ച് എൻ്റെ ബൂട്ട് വരെയും. ഞാൻ ഈ വേൾഡ് കപ്പിന് വേണ്ടി എൻ്റെ ഈ ഗോൾ പോസ്റ്റിലോട്ട് കയറ്റാൻ വേണ്ടി എൻ്റെ ഓരോരുത്തന്മാർ തലക്കടിക്കും, കാലിനടിക്കും, എൻ്റെ നിക്കറ് വലിച്ചു വരും. അങ്ങനത്തെ കുറച്ച് ഇതാണ്. അതുമാത്രമല്ലാണ്ട് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിപ്രഷൻ ആകും. ഇങ്ങനെ തട്ടി എൻ്റെ തലവട്ട വരെ കീറുന്നത്. അടിക്കുന്ന അടിയിൽ ഡിപ്രഷൻ അടിച്ച് അങ്ങനെ ഇതായിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ അടിമൊത്തം തേഞ്ഞ് പിന്നെ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പം എൻ്റെ വേറൊരു അമരനെ ഇറക്കും. അങ്ങനെ ഇറക്കി ലാസ്റ്റ് അമരനില്ലാതായി. അങ്ങനെ ഞാൻ തന്നെ വീണ്ടും കയറി വന്നു. എൻ്റെ തയ്ച്ചും തുന്നിയൊക്കെ പണ്ടത്തെ ആൾക്കാർ കളിച്ചോണ്ട് പോയി. ഈ നിക്കറ് കഴിക്കുന്ന ആൾ കഷ്ടമായി എന്നെ തയ്ക്കുന്നത്. എന്നിട്ട് അവരെന്നെ ഇട്ട് കളിക്കും. അതല്ലാണ്ട് പിന്നെ എൻ്റെ ഓരോ രാജ്യക്കാരിങ്ങനെ മറ്റേ കപ്പെടുക്കാൻ വേണ്ടി എന്നെ ഇട്ട് ഉരുട്ടി പിന്നെ ചെറിയ പിള്ളേരെല്ലാം എൻ്റെ അടുത്ത് അങ്ങോട്ട് കണ്ടത്തോട്ട് എറിഞ്ഞ് പിന്നെ കളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പിള്ളേരൊക്കെ എൻ്റെ നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കും. ഈ മാമിമാർക്കാണ് പ്രശ്നം. അവരുടെ വീട്ടിലോട്ട് അടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ചെലവക്കല്ലിൽ അടിച്ചുകൊണ്ട് അങ്ങനത്തെ കുറച്ച് മാമിമാരുണ്ട്. അതാണ് പ്രശ്നം. ഈ പിള്ളേർ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ വേണം ഇതാക്കാൻ. എന്നെക്കാളും നല്ലത് ഈ ഫിഫ എന്ന് പറയുന്ന സാധനം വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടത്. എൻ്റെ ഓരോ മറ്റേ കോപ്പി ക്യാറ്റും ഇതെല്ലാം ഇറക്കി എന്നെ കൊല്ലും. ഞാനാണ് ഈ പണ്ട് എവിടെയോ കണ്ടുപിടിച്ചൊരു സാധനത്തിന് എന്നെ ഇപ്പോൾ എടുത്ത് തലയിൽ വെച്ച് വരച്ച് എന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഓരോരുത്തവന്മാർ വന്ന് എന്നെ അടിച്ചോണ്ടു പോകും. ചിലവന്മാർ എന്നെ അടിച്ചു പൊട്ടിക്കും, അല്ലെങ്കിൽ ഗോൾ പോസ്റ്റ് അടിച്ച് കീറും. അവന്മാർ വിചാരം അവന്മാർ മെസ്സി റൊണാൾഡോ നെയ്മറാണ്. അവന്മാരെ കൂട്ട് ആർക്കും ആകാൻ പറ്റത്തില്ല. കാരണം എന്താ, ഞാനില്ലെങ്കിൽ ഈ സാരില്ല, ഈ ഫുട്ബോൾ എന്ന് പറയുന്നില്ല. അവരെല്ലാം ചെറിയൊരു മനുഷ്യരാണ്. ഞാനില്ലാണ്ട് ഇവിടെ ഒന്നും നടക്കാനും പോകുന്നില്ല. ഇവിടെ എൻ്റെ അത്രയും ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു മനുഷ്യരും ഇല്ല ഇവിടെ. ഞാൻ മാത്രമുണ്ട് ഇവിടെ. മറ്റേ എല്ലാവരും ചവിട്ടും തൊഴിയൊക്കെ ഉള്ള ഇവർക്ക് ഈ ദേഷ്യം പറഞ്ഞാൽ ചില കാലമാണവർക്ക് എന്നെ ചവിട്ടിക്കൊല്ലാം. അവന്മാർ ഗോളടിച്ചില്ലെങ്കിൽ എന്നെ എറിഞ്ഞു വരും. ഇതൊക്കെയാണ് ചിലവന്മാരുടെ പ്രശ്നം. ചിലവന്മാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും അവന്മാരുടെ പ്രശ്നം. അവർക്ക് ഈ എൻ്റെ അടുത്തുള്ള കലിപ്പ്, ഗോൾ പോസ്റ്റ് ഈ തെന്നിപ്പോയാലും അത് എൻ്റെ തലയിലാണ്. ഇവന്മാരുടെ കാലിൻ്റെ പ്രശ്നമായിരിക്കും ഇതെല്ലാം. ഈ അടിക്കുന്ന അടിയന്മാരുടെ എൻ്റെ നിക്കറൊരു കീറുമ്പോൾ എൻ്റെ ഉടുപ്പില്ല. 10 തവണ ഞാനൊരു ഉടുപ്പ് തേച്ചോട്ട് നടക്കുന്നത്. അങ്ങനത്തെ കഷ്ടപ്പാടാണ് എൻ്റെ. ഈ ചിലവന്മാർ പറയും ഈ എന്നെ അടിച്ച് കണ്ടെത്തി കയറ്റി, അയ്യോ അവൻ പാവം, അവൻ ഫൗള് കാണിച്ചു, അത് കാണിച്ചു, ഇത് കാണിച്ചു പറയും. പക്ഷെ അത് കൂട്ടല്ലേ നമ്മുടെ ഇതും. ഞങ്ങളുടെ തെറ്റൊന്നുമല്ല ഇത്. ഇത് കണ്ടുപിടിച്ചവന്മാരെ തെറ്റാണ്. നമ്മളൊരു കാറ്റ് പിടിച്ച് നമ്മുടെ കാറ്റ് തീർത്താൽ അത് നമ്മുടെ പ്രശ്നം. ഫുട്ബോളിനെ വെറുതെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നം. കാറ്റ് കൂടി അടിച്ച് കാലൊടിഞ്ഞു. പിന്നെ എൻ്റെ പാസ് ഇട്ട് തന്നാൽ പിന്നെ ഞാൻ എങ്ങനെ അടിക്കണ്ടേ? ഞാൻ നേരെ എനിക്ക് ഗോൾ പോസ്റ്റിലോട്ടൊന്നും പോകാൻ പറ്റില്ല. കഴിവ് വെച്ച് കളിക്കണം, അല്ലാണ്ട് എൻ്റെ അടുത്തിട്ട് തന്നെ ഇടാൻ പാടില്ല. അതാണ് ഫുട്ബോൾ. എന്നെ ഇങ്ങനെ അടിച്ചടിച്ച് എന്നെ ഓരക്കുമ്പോൾ ഈ മനുഷ്യർക്ക് എന്താണ് സമാധാനം? എനിക്കത് മനസ്സിലാവില്ല. അല്ലെങ്കിൽ എന്നെ ഈ ബൂട്ടിട്ട് ഈ ചവിട്ടി ഇല്ലാതാക്കുമ്പോൾ എന്താണ് സമാധാനം? ഇതാണ്ട് വരുന്ന ഒരു കാലമാണ് എന്നെ എടുക്കാൻ വേണ്ടി.
ഇങ്ങനെ കുറെ പേരുണ്ട് ഈ വന്നെടുക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ അവന്മാർക്ക് കണ്ണിലിങ്ങനെയാണ് എന്തേലും ഇപ്പൊ ഇവന്മാരൊക്കെ പിടിച്ച് വീട്ടിൽ ഇടാനില്ല, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടേ അടച്ചിടാനില്ല. ഈ എന്നെ തന്നെ വന്ന് എടുക്കാൻ വേണ്ടി ഭയങ്കര താല്പര്യമാണ് ഇവന്മാർക്ക്. ഇപ്പൊ എന്നെ ഇപ്പൊ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തവന്മാര് അതുപോലെ തന്നെ എല്ലാവരും പെടും ഇങ്ങനെ വന്നിട്ട്. ആടിവന്മാരെല്ലാം പ്രശ്നം ഈ ഇത്ര കഷ്ടപ്പെടുത്ത ഞാനത്തെ ഒരു പ്രശ്നമല്ല. ലാസ്റ്റ് ഈ മെസ്സി റൊണാൾഡോ അവന്മാർക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ അതും പ്രശ്നം എൻ്റെ അല്ലേ. ഈ കഴിഞ്ഞ ദിവസം റൊണാൾഡോ എൻ്റെ നെഞ്ചത്തിരുന്നാ കരകിട്ട് പോയത്. എന്നെ എന്തിനാണോ കെട്ടിപ്പിടിക്കുന്നത്, അവൻ കളിക്കാത്ത അവൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ നെയ്മർ അതുപോലെ തന്നെ എന്നെ അടിച്ചിട്ട് ഇഞ്ചുറി ആകും. മെസ്സി അതുപോലെ തന്നെ എന്നെ പൊക്കിന്നും പറഞ്ഞ അവര് ഫാൻസ്. ഞാൻ പിന്നെ ആരും ഇവിടെ എനിക്ക് ഫാൻസിൻ്റെ വരില്ല. ഞാൻ വെറും പൊട്ടനായിട്ടിരിക്കും. കാരണം എന്താ എൻ്റെ തലയും കാലിലെല്ലാം അടിച്ചൊട്ടിക്കും. പക്ഷെ എനിക്ക് ഇഞ്ചുറി ഇല്ലേ, അവന്മാർക്ക് ഇഞ്ചുറി ചെയ്യുമ്പോൾ മാത്രമേ പറ്റും. എന്നെ പൊട്ടിച്ചു കളയും, അല്ലെങ്കിൽ എൻ്റെ ഫാൻസിനെ ഇട്ട് കൊടുക്കും. എന്തിനാണോ എന്തോ എനിക്ക് മനസ്സിലാവില്ല. ഇതൊക്കെയാണ് ഈ കൊച്ചു കാലത്ത് നടക്കുന്നത്. ഈ ചെറിയൊരു സാരത്തിന് വേണ്ടി ഇവന്മാർ ഇത്രയും കിടന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ 10-11 പേര് ഇറങ്ങിയിട്ടുണ്ട്, എല്ലായിടത്തിനും ഓരോ 10 എടുത്ത് കൊടുക്കണം. അല്ലാണ്ട് എന്നെ മാത്രം ഒറ്റക്കിട്ട് കളിക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ അവൻ വന്നെടുത്തോണ്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേരാണ് കുപ്പിക്കുട്ടൻ. അതായത് 20 രൂപയുടെ വലിയ കുപ്പികളിലെ അവരുടെ എല്ലാം വീട്ടിലെ ചെറിയ ഉണ്ണിക്കുട്ടനാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് എന്നെ ആക്രിക്കാർക്ക് കൊടുക്കുമ്പോഴാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അവരെല്ലാം എടുത്തു കളയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതോർത്ത് ഭയങ്കര വിഷമമാണ്. അത് കഴിയുമ്പം അവരെ എന്നെ നിലത്തിട്ട് ചവിട്ടും. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾ വിളിക്കുന്ന പേരിൽ എന്നെ ജോമെട്രി ബോക്സ് എന്ന് പറയുന്നു. എൻ്റെ ജീവിതം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എന്നെ എല്ലാവരും നോക്കുകയുള്ളൂ, ഓർമ്മിക്കുകയുള്ളൂ. അതിനുള്ള കാരണം എന്നിലുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുകയും കുട്ടികൾ കോമ്പസ് മുതൽ പ്രൊട്രാക്ടർ വരെയുള്ള സാധനങ്ങളെല്ലാം ഒടിക്കുകയും മുറുക്കുകയും ചെയ്യുന്നു. എന്നിലുള്ള ഇറേസർ വരെ ഉപയോഗശേഷം വലിച്ചെറിയുന്നു, തേഞ്ഞു പോകുന്നു. വലിയ പെൻസിൽ ഉപയോഗിച്ച് ഷാർപ്പ് ചെയ്ത് അത് ചെറുതാക്കുകയും ചെയ്യുന്നു. ചിലർ എന്നെ നന്നായി പരിപാലിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.